പുതുവർഷത്തിൻ്റെ പുത്തൻ പുലരിയിലേക്ക് മിഴി തുറന്ന് ആരാധനയിലായിരിക്കുമ്പോഴാണ് ആരാധനാക്രമ വത്സരത്തിൽ സഭാ പഞ്ചാംഗത്തെക്കുറിച്ചൊരു പഠനം നടത്തുക എന്ന നടപ്പിലാവാത്ത തീരുമാനം മനസ്സിലേക്കെത്തുന്നത്. എന്നാൽ അതുതന്നെയാവട്ടെ പുതുവർഷത്തിലെ ആദ്യ പരിപാടി. ആഗോളതലത്തിൽ ജനുവരി 1 ആരംഭിച്ച് ഡിസംബർ 31 അവസാനിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ പ്രചാരത്തിലായിട്ടും ആഗോള സ്വീകാര്യത നേടിയിട്ടും അധിക നാളുകൾ ആയിട്ടില്ല. ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ വ്യത്യസ്ത സമൂഹങ്ങൾ സമയം കണക്കാക്കിയിരുന്നതും ദിവസങ്ങൾ എണ്ണിയിരുന്നതും വ്യത്യസ്തങ്ങളായ രീതിയിലായിരുന്നു. ആയതിനാൽ തന്നെ പുതുവർഷ ആരംഭവും മറ്റും വ്യത്യസ്ത സ്ഥലകാല സമൂഹങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരുന്നു. ക്രിസ്തു വർഷത്തിനു മുമ്പ് തന്നെ പ്രചാരത്തിലായ ജൂലിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 1 പുതുവർഷം ആഘോഷിക്കുന്ന സമൂഹങ്ങളുണ്ട്. വിളവെടുപ്പിൻ്റെ ഉത്സവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്രകാരം ചെയ്തിരുന്നത്. ഓരോ സമൂഹത്തിനും അവരുടേതായ കലണ്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്നും ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന സമൂഹങ്ങളുണ്ട്. ആഗോള സ്വീകാര്യത നേടിയ ഗ്രിഗോറിയൻ കലണ്ടർ സെക്കുലറായി ഉപയോഗിക്കുമ്പോഴും അവരുടേതായ ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ മറ്റ് കലണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കാം. മലയാളികൾ കൊല്ലവർഷത്തിൻ്റെ കലണ്ടർ ചിങ്ങമാസത്തിൽ ആരംഭിച്ച് കർക്കിടകത്തിൽ അവസാനിക്കുന്നു. യഹൂദ സമൂഹം തിഷറൈ മാസത്തിൽ ആരംഭിച്ച് ഏലൂൽ മാസത്തിൽ അവസാനിക്കുന്ന കലണ്ടർ ഉപയോഗിക്കുന്നു. ലിറ്റർജിക്കൽ കലണ്ടർ സഭാ പഞ്ചാംഗം സെക്കുലർ കലണ്ടറിൻ്റെ ക്രമത്തിലല്ല എന്ന് മാത്രമല്ല, അത് ഓരോ സഭയ്ക്കും വ്യത്യസ്ത ക്രമത്തിലായിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ലാറ്റിൻ ആരാധനക്രമമനുസരിച്ച് സഭാപഞ്ചാംഗം ആരംഭിക്കുക, ലിറ്റർജിക്കൽ ഇയർ ആരംഭിക്കുക നവംബർ മാസത്തിലെ അവസാനത്തെ ദിവസങ്ങളിലോ ഡിസംബർ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലോ ഉള്ള ആഗമന കാലത്തോടെയാണ്. എന്നാൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളിൽ സെപ്റ്റംബർ മാസം 1 ആരംഭിച്ച് ഓഗസ്റ്റ് മാസം 31 അവസാനിക്കുന്ന തരത്തിലാണ് ആരാധനക്രമ വത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളും ഓഗസ്റ്റ് മാസം 15 പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പു തിരുനാളും സഭാവത്സരത്തിൻ്റെ ആരംഭവും അവസാനവും യഥാക്രമം വരുന്ന തരത്തിലാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളിൽ ആരാധനക്രമ വത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. അന്ത്യോക്യൻ സുറിയാനി ആരാധനക്രമ വത്സരം ആരംഭിക്കുക ഒക്ടോബർ മാസം 30-31 തീയതികളിലോ നവംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ചയിലോ ആണ്. ഇങ്ങനെ ഓരോ സമൂഹത്തിനും അവരുടേതായ ആരാധനക്രമ വത്സരം കണക്കാക്കുമ്പോൾ ഏകദേശം 35ഓളം ലിറ്റർജിക്കൽ കലണ്ടറുകൾ നമുക്ക് സഭാചരിത്രത്തിൽ കണ്ടെത്താൻ ആവും. ആദിമ ക്രൈസ്തവ സമൂഹം യഹൂദരുടെ പെസഹ ആചരണങ്ങളോട് ചേർത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെയും ആചരിച്ചു തുടങ്ങി. എന്നാൽ പിന്നീട് യഹൂദ പെസഹായുടെ ദിവസം കണക്കാക്കാതെ ക്രൈസ്തവർ സ്വതന്ത്രമായി മിശിഹ രഹസ്യങ്ങളെ ആചരിച്ചു തുടങ്ങി. 16-ാം നൂറ്റാണ്ടുവരെ ജൂലിയൻ കലണ്ടറും പിന്നീട് ഗ്രിഗോറിയൻ കലണ്ടറും അടിസ്ഥാനപ്പെടുത്തി ഒരു വർഷത്തിലെ 365 ദിനങ്ങളുടെ ധ്യാനത്തിലൂടെ മിശിഹ രഹസ്യങ്ങളെ ധ്യാനിച്ച് ആരാധന സമൂഹം പ്രയാണം ചെയ്യുന്നു. സൂര്യനെ കേന്ദ്രമാക്കിയുള്ള 365 ദിവസം വരുന്ന ഭൂമിയുടെ പ്രയാണം കൃത്യമാക്കാൻ 4 വർഷം കൂടുമ്പോൾ 366 ദിവസങ്ങളാക്കി അതിവർഷം രൂപപ്പെടുത്തുന്ന ഗ്രിഗോറിയൻ കലണ്ടർ ഗ്രിഗറി 13 മാർപ്പാപ്പായുടെ സംഭാവനയാണ്. എന്നാൽ പുതുതായി രൂപപ്പെടുത്തിയ ഗ്രിഗോറിയൻ കലണ്ടർ അതുവരെ പ്രചാരത്തിലായിരുന്ന ജൂലിയൻ കലണ്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 13 ദിവസങ്ങൾ മുന്നിലാണ്. ഈ 13 ദിവസങ്ങളുടെ കണക്കു വ്യത്യാസം ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കുന്ന സഭാസമൂഹങ്ങളും ജൂലിയൻ കലണ്ടർ ഫോളോ ചെയ്യുന്ന സഭാസമൂഹങ്ങളും തമ്മിലുള്ള ആരാധനാക്രമ വത്സരക്രമത്തിലും നിഴലിക്കുന്നു. അതിൻ ഫലമായി
ഒരേ ക്രിസ്തു രഹസ്യങ്ങൾ വ്യത്യസ്ത സഭാ സമൂഹങ്ങളിൽ വ്യത്യസ്ത മാസങ്ങളിലും വ്യത്യസ്ത തീയതികളിലും ആചരിച്ചു വരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവി ലാറ്റിൻ സഭയിലും പൗരസ്ത്യ സുറിയാനി സഭകളിലും ഡിസംബർ 25 ആചരിക്കുമ്പോൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളിൽ നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാൾ ആചരിക്കുന്നത് ജനുവരി മാസം 6 സൂര്യചന്ദ്ര നക്ഷത്രാദികളായ പ്രപഞ്ച സത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ സെക്കുലർ കലണ്ടർ ഇപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ, സഭാപഞ്ചാംഗം വിശ്വാസികളെ ആത്മീയ ജീവിതം നയിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയതാണ്. ഈ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിലൂടെ പൂർത്തീകരിച്ച രക്ഷാകര രഹസ്യങ്ങൾ തന്നെയാണ്. നോമ്പുകളിലും തിരുനാളുകളിലും കൂടെ അവ ആവിഷ്കരിക്കപ്പെടുകയാണ്. രക്ഷാകര രഹസ്യങ്ങൾ എല്ലാം തന്നെ വലിയ തിരുനാളുകളായി ആഘോഷിക്കുകയാണ്. അന്ത്യോക്യൻ സുറിയാനി ആരാധനക്രമം അനുധാവനം ചെയ്യുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ലിറ്റർജിക്കൽ ഇയർ സഭാ കലണ്ടർ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം 30-31 തീയതികൾ ഞായറാഴ്ചയാണെങ്കിൽ ആ ദിവസങ്ങളിലോ അല്ലെങ്കിൽ നവംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ചയോ ആണ്. കൂദോഷീത്തോ ഹൂദോസ് ഈത്തോ ഞായറാഴ്ചകളിലൂടെ ആരാധനക്രമ വത്സരത്തിന് ആരംഭമാകുന്നു. ആഗമനകാലത്തിലെ ഒരുക്ക ദിനങ്ങളിലൂടെ നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാളും നമ്മുടെ കർത്താവിൻ്റെ മാമോദീസായും ആഘോഷിച്ച് നിനവേ നോമ്പിലേക്കും വലിയ നോമ്പിലേക്കും പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ മഹിതമായ ഉത്ഥാന തിരുനാളിന് ശേഷം 40 ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വർഗാരോഹണ തിരുനാളും 10 ദിവസങ്ങളുടെ കാത്തിരിപ്പിൻ്റെ നാളുകൾ പ്രാർത്ഥനാപൂർവം ആചരിച്ച് പെന്തക്കോസ്ത തിരുനാളും ആചരിക്കുന്നു. ജൂൺ മാസത്തിലെ സ്ലീഹാ നോമ്പും ആഗസ്റ്റ് മാസത്തിലെ 15 നോമ്പും ആചരിച്ച് സെപ്റ്റംബർ മാസം 14 സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിലെ 6 വലിയ തിരുനാളുകളെ അടിസ്ഥാനപ്പെടുത്തി 7 കാലങ്ങളായി തിരിച്ച് ആരാധനക്രമ വത്സരം രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ആണ്ടുവട്ടത്തിലെ മുഴുവൻ ദിനങ്ങളെയും 7 കാലങ്ങളായി തിരിച്ച് ഓരോ ആരാധനക്രമ കാലത്തിലും ആവശ്യമായ വേദവായനകൾ ഏതൊക്കെയാണ് എന്നും ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതകളും ആ ദിവസത്തിൽ വായിക്കേണ്ട വേദഭാഗങ്ങളും ആ ദിവസത്തിൽ ഓർക്കേണ്ട വിശുദ്ധൻ്റെ നാമവും നൽകി വിശ്വാസികളെ ആത്മീകമായി ഒരുക്കുന്നതിന് ഏറ്റവും ഉപോത്ബലകമാണ് സഭാപഞ്ചാംഗം അഥവാ ലിറ്റർജിക്കൽ കലണ്ടർ. തിരുനാളുകളും അവ ആചരിക്കേണ്ട രീതിയും അവയ്ക്കൊരുക്കമായ നോമ്പും അവയിൽ ആവശ്യമായ വർജനകളും വിശ്വാസികളെ ഓർമ്മിപ്പിച്ച് ഒരുക്കുന്നതിൽ സഭാപഞ്ചാംഗം പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുന്നു. ഓരോ തിരുനാളിനും ഓരോ ദിവസത്തിനും ആരാധനയ്ക്കും ആവശ്യമായ വാക്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ വളരെ ശ്രദ്ധയോടും ധ്യാനപൂർവമായും തിരഞ്ഞെടുത്ത് നമുക്കായി നിർദ്ദേശിച്ചിരിക്കുന്നു. ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ സഭാപഞ്ചാംഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു വർഷം കൊണ്ട് ക്രിസ്തു രഹസ്യങ്ങളെ ആഘോഷിച്ച് ആചരിച്ച് ധ്യാനിച്ച് ഒരു സർക്കിൾ പൂർത്തിയാക്കി വീണ്ടും പുനരാരംഭിക്കുന്നു.